വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തിയില്ല. അടുത്ത ദിവസങ്ങളിൽ സഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയേക്കും. മണ്ഡലമായ പാലക്കാട്ടും സജീവമാകാനാണ് രാഹുലിന്റെ നീക്കം. ഇന്നലെ അപ്രതീക്ഷിതമായി നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വിട്ടുനിന്നു. എന്നാൽ റവന്യൂ അസംബ്ലിയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി. പാലക്കാട് സുന്ദരം കോളനിയിലെ പട്ടയ വിതരണം, വിവിധ വില്ലേജ് ഓഫീസുകളിലെ ആവശ്യങ്ങൾ, കാലവർഷക്കെടുതിയിലെ സർക്കാർ സഹായം തുടങ്ങിയ ആവശ്യങ്ങൾ അറിയിച്ചു. ശനിയാഴ്ചയോടെ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്താനും നീക്കം നടത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പാലക്കാട് DCC പ്രസിഡന്റിന്റെ പ്രതികരണം ഇങ്ങനെ: എനിക്ക് തീരുമാനം KPCC പ്രസിഡന്റ് പറയുന്ന ഏത് തീരുമാനമോ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഏത് തീരുമാനം നടപ്പിലാക്കുകയാണ് എന്റെ ഭാഗം. അദ്ദേഹം ഇപ്പൊ MLA ആണല്ലോ ഇവിടെ. അദ്ദേഹം MLA ആണ്, മാറിയിട്ടില്ല. എല്ലാ MLA മാരും എല്ലാവരും ഇല്ലല്ലോ. അതൊക്കെ പ്രതിരോധമാക്കാനൊക്കെ അതിജീവിക്കാനുള്ള കപ്പാസിറ്റി പാർട്ടിക്കുണ്ട്. ഇതിനിടെ രാഹുലിനെ ഇന്നലെ നിയമസഭയിലേക്ക് അനുഗമിച്ച യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിനെതിരെ ഒരു വിഭാഗം പരാതി നൽകാൻ തീരുമാനിച്ചു. പാർട്ടി സസ്പെൻഡ് ചെയ്തയാൾക്ക് നിയമസഭയിലെത്താൻ സഹായം നൽകിയത് തെറ്റായ നടപടിയാണ്. അതിനാൽ നേമം ഷജീറിനെതിരെ നടപടി വേണം. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർക്കാകും പരാതി നൽകുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.